പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ലോകരക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ, ഒരു സത്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെയും നിങ്ങളെയും ആരാകുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? എന്നാൽ മനുഷ്യൻ്റെ പതന നിമിത്തം ആ പ്ലാൻ നിറവേറ്റാതെ ഇന്ന് പാപിയായ മനുഷ്യൻ്റെ സന്തതികളായിട്ട് പിറന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് ആരാണ്? ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും പുറത്താണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത സത്യം, യേശു ആരാണ് എന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത്. 3 എപ്പിസോഡ് കഴിഞ്ഞു അതിൻ്റെ, മനുഷ്യൻ്റെ പതനം. ഇത് 4ാമത്തെ, ആ വിഷയത്തെക്കുറിച്ചുള്ള 4ാമത്തെ എപ്പിസോഡാണ്. ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം തുറന്ന മനസ്സോടും തുറന്ന ഹൃദയത്തോടും കേൾക്കാനേ സാധിക്കത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്, മനുഷ്യന് എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. എന്നാൽ അതിനുശേഷം, അവനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവനിലേക്ക് നോക്കിയപ്പോൾ അവന് പിന്നെ ഒരു കുറവുണ്ട്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യത്തിലും ഒരു പ്രത്യേകത, ദൈവം കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷേ 3 ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വലിയ ഒരു ക്യാരക്ടറാണ്. ദൈവം സ്നേഹമാണ്, എന്നാൽ ദൈവം കൂട്ടായ്മയാണ്. ദൈവം പറഞ്ഞു, മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല, അവന് ഒരു സഖിയെ ഞാൻ കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ, താൻ സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ പ്ലാനും പദ്ധതിയും നിറവേറ്റണമെങ്കിൽ അവൻ ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല. അതുകൊണ്ട് അവനൊരു സഖിയെ കൊടുക്കുക. ആ സഖിയെ കൊടുക്കാൻ വേണ്ടി അവൻ ആ സഖിയെ മണ്ണിൽ നിന്നെടുത്ത് രൂപപ്പെടുത്തുകയല്ല ചെയ്തത്, മനസ്സിൽ നിന്നെടുക്കുകയാണ് ചെയ്തത്. അപ്രകാരമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ബോർഡിലേക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം മനുഷ്യനെ ആത്മാവും മനസ്സും ശരീരവുമായിട്ട് സൃഷ്ടിച്ചു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട് കഴിഞ്ഞതാണ്. ദൈവത്തിൻ്റെ ജീവൻ അവനിലേക്ക് നിശ്വസിച്ചു. എന്നിട്ട് ദൈവം പറയുന്നു, ഈ മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് പുരുഷൻ്റെ വാരിയലെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കുന്നു. സ്ത്രീക്കും ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായത്തിൽ 26 തൊട്ട് 28 വരെ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയും വായിക്കുന്നില്ല. അവിടെ പറയുന്നു, ദൈവം അതിനുശേഷം ദൈവത്തിൻ്റെ അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. അപ്പോൾ ഈ മനുഷ്യന്, പുരുഷനും സ്ത്രീക്കും ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ജീവൻ. അവന് ദൈവത്തിൻ്റെ ശക്തി കൊടുത്തു. ഈ ഭൂമിയുടെ മേൽ പിശാചിൻ്റെ മേലുള്ള ആധിപത്യം കൊടുത്തു. അതുകൊണ്ടാണ് അവന് ദൈവത്തിൻ്റെ തന്നെ അധികാരം കൊടുത്തു, ദൈവത്തിന് തന്നെ ശക്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു, ഈ മനുഷ്യനെ തൻ്റെ ബഹുമാനവും മഹത്വവും കൊണ്ട് കിരീടമണിയിച്ചു. മാലാഖമാരുടെ ശുശ്രൂഷ കൊടുത്തു. അവരെ നോക്കി ദൈവം ദൈവങ്ങളെന്ന് വിളിച്ചു. കാരണം അവർ ഭക്ഷിക്കേണ്ടത് ദൈവവചനത്തിലായിരുന്നു. ദൈവവചനം ജീവന്റെ വൃക്ഷമാണ്. ഇവരെയാണ് ഏദൻ തോട്ടത്തിലാക്കിയിരിക്കുന്നത്. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെ. ഈ ഭൂമിയിൽ, ആ ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തോട്ടത്തിന്റെ നടുവിലുള്ള 2 വൃക്ഷങ്ങൾ, ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റൊന്ന് നന്മതിന്മകളെ കുറിച്ച് വിവേചിച്ചറിയാവുന്ന വൃക്ഷവും. ഈ 2 വൃക്ഷങ്ങൾ, ഇത് ഈ പടത്തിൽ കാണുന്നത് പോലെ അതുപോലെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. ഈ വൃക്ഷം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ. ദൈവം ജീവനാണ്, ദൈവത്തിൻ്റെ ജീവൻ ആകുന്ന വൃക്ഷമാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ,
ഞാനാണ് ജീവനും പുനരുത്ഥാനവും. അല്ലെങ്കിൽ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നു, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ ജീവൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ജീവനാണ്. അപ്പം വചനം ജീവനാണ്, യേശു ജീവനാണ്. ജീവന്റെ വൃക്ഷം യേശുവാണ്, ദൈവത്തിന്റെ വചനമാണ്. ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുക, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണം, ദൈവത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് ദൈവവചനമാകുന്ന ദൈവത്തിലാണ്. ദൈവത്തിന്റെ വചനം ദൈവമാണ്, അത് ദൈവത്തിന്റെ ജീവനാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, അത് യേശുവാണ്. ദൈവവചനം ഇല്ലാത്തവർക്ക് ഒരിക്കലും ജീവൻ ലഭിക്കത്തില്ല. ദൈവത്തിന്റെ ജീവൻ, നിത്യമായ ജീവൻ ദൈവവചനത്തിൽ ജീവിക്കാത്തവർക്കില്ല. അത് ദൈവത്തിന്റെ വചനമാണത്. അതുകൊണ്ട് ഈ ജീവന്റെ വൃക്ഷം അത്രമാത്രം പ്രാധാന്യമാണ്. ഇവിടെ നിന്ന് ഈ പുരുഷനും സ്ത്രീയും ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് സദാസമയം ഭക്ഷിക്കണം. ഭക്ഷിക്കുന്നത് എങ്ങനെയാ? ദൈവവചനം വായിച്ച്, ദൈവവചനം അനുസരിച്ച്. വായിക്കുകയല്ല, പഠിക്കുകയല്ല, കേൾക്കുകയല്ല, പ്രസംഗിക്കുകയല്ല, ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവവചനം അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഭാഗമായി മാറണം. അതായത് ദൈവത്തോട് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ഞാൻ ചിന്തിക്കാവുള്ളൂ, ഞാൻ ആഗ്രഹിക്കാവുള്ളൂ, ഞാൻ സംസാരിക്കാവുള്ളൂ, ഞാൻ പഠിക്കാവുള്ളൂ, ഞാൻ പ്രവർത്തിക്കാവുള്ളൂ, ഞാൻ ബിസിനസ് ചെയ്യാവുള്ളൂ, ഞാൻ കൃഷി ചെയ്യാവുള്ളൂ. എൻ്റെ വിവാഹ ജീവിതത്തിൽ ദൈവവചനം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ഭർത്താവായിരിക്കേണ്ടത്, ഒരു ക്രിസ്തീയ ഭാര്യയായിരിക്കേണ്ടത്, ക്രിസ്തീയ മാതാപിതാക്കന്മാരായിരിക്കേണ്ടത്, ക്രിസ്തീയ മക്കളായിരിക്കേണ്ടത്, ക്രിസ്തീയ യജമാനായിരിക്കേണ്ടത്, ക്രിസ്തീയമായ ഒരു തൊഴിലാളിയായിരിക്കേണ്ടത്. സർവ്വതും ദൈവവചനത്തിലുണ്ട്, നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള സർവ്വതും. അപ്പൊ ആ ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ജീവൻ കടന്നു വരിക. അപ്പൊ ദൈവവുമായിട്ട് എപ്പോഴും കൂട്ടായ്മയിലായിരിക്കും. നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുള്ളതുപോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ അറിയുന്നത് ഇവിടുന്ന് ഭക്ഷിച്ചോണ്ടാ. ഭക്ഷിക്കുക എന്ന് പറയുന്നത് അനുസരിച്ച്, വചനത്തിൽ ജീവിക്കുക, വചനം അനുസരിച്ച് അവനെ, ആ വചനത്തിലൂടെ അവനെ അറിഞ്ഞ്, അറിവ് അവനെ സ്നേഹിച്ച്, അവനെ സേവിച്ച് ജീവിക്കുക. കാരണം ദൈവത്തിൽ ഞാൻ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചുവോ ആ ജോലി ചെയ്തുകൊണ്ട്. സൽപ്രവൃത്തി ഒരുപാടുണ്ട്, എല്ലാം സൽപ്രവൃത്തിയാൽ നല്ല പ്രവൃത്തിയാൽ അത് നമ്മൾ കണ്ടിന്യൂ ടു ഡു ഇറ്റ്. പക്ഷെ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സൽപ്രവൃത്തിയുണ്ട്. ആ സൽപ്രവൃത്തി നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട സൽപ്രവൃത്തികളുടെ ആവശ്യം വരത്തില്ലായിരുന്നു. കാരണം ഈ ഇപ്പോൾ ഉള്ള സർവ്വ തിന്മകളും നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാത്തത് കൊണ്ടാണ്. ആ സൽപ്രവൃത്തി മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് വേണം.